അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു സൂറത്താണിത്. നമ്മൾ ഒരു ദിവസത്തിൽ നിർബന്ധമായി ഓതിയിരിക്കേണ്ട ഒരു സൂറത്തും കൂടിയാണിത്. നമ്മുടെ ഇരുട്ടേറിയ ജീവിതത്തിൽ നമുക്ക് വെളിച്ചം കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സൂറത്താണ് ഇത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു ദിവസം വെറുതെ കളയുന്ന സമയമല്ലേ, അതിൽ നമ്മൾ ഒരു 5-6 മിനിറ്റ് മാത്രം മതി ഈ സൂറത്ത് ഓതാൻ. അങ്ങനെ നമ്മൾ അത്രയും സമയം ഓതാതെ പാഴാക്കി കളയുകയാണെങ്കിൽ നമ്മൾ നമ്മളോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റായിരിക്കുന്നത്. ഈ കുറഞ്ഞ സമയം നമ്മൾ പാഴാക്കി കളഞ്ഞതിന് നമ്മൾ പിന്നീട് അതിനു വേണ്ടി ദുഃഖിക്കേണ്ടി വരും. നമ്മൾ ഈ സൂറത്ത് ഒരു ദിവസം ഒരു വട്ടം ഓതുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ അതിൽ നിന്ന് കാവൽ ലഭിക്കുന്നതാണ്. ഇനി ഇത് 3 പ്രാവശ്യം ഓതുകയാണെങ്കിലോ അവരുടെ ദുനിയാവും ഇനി വരാനിരിക്കുന്ന ദുനിയാവും രക്ഷപ്പെട്ടവരുടെ കൂട്ടത്തിലായിരിക്കുമെന്നാണ് പറയുന്നത്. ഇതിപ്പം സാമ്പത്തികമായി ബുദ്ധിമുട്ട് നിൽക്കുന്ന വീടുകളിലാണ് ഇത് ഓതുന്നത് എങ്കിൽ പിന്നീട് അവർക്ക് പണത്തിന്റെ കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടാവുകയില്ല. അവരുടെ കടങ്ങൾ വീട് കിട്ടും, സമ്പത്ത് വർദ്ധിക്കും, ആരുടെ മുന്നിലും കൈനീട്ടേണ്ടി വരില്ല. ഇത് ഓരോ ദിവസവും ഓതുന്ന വീടുകളിൽ ഇത് ഓതുന്നവന്റെയും കുടുംബത്തിന്റെയും പ്രയാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കിക്കളയും. ഇത് ഓതുന്ന വീടുകളിൽ മാരകമായ ഒരു രോഗങ്ങളും പ്രവേശിക്കുകയില്ല. ഇത് ഓതുന്ന വീടുകളിൽ ആ വീട്ടിലുള്ളവർക്ക് ആർക്കും തന്നെ മനുഷ്യനിൽ നിന്നോ ശൈത്വാനിൽ നിന്നോ കണ്ണേറിൽ നിന്നോ സിഹറിൽ നിന്നോ ബുദ്ധിമുട്ടുകളും ഏൽക്കുകയില്ല. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിലെ എത്ര വലിയ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും ഈ സൂറത്ത് 3 വട്ടം ഓതി അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അത് ഉടനടി അതിനുള്ള പ്രതിഫലം അള്ളാഹു തരുന്നതായിരിക്കും. ഇത് 3 വട്ടം ഓതുന്നവന്റെ വീട്ടിൽ വിജയം, സന്തോഷം ഇതെല്ലാം അള്ളാഹു നൽകപ്പെടുന്നതാണ്. നമ്മുടെ ദുനിയാവ് എന്ന വീട്ടിലും ഖബർ എന്ന വീട്ടിലും ഒരു വെളിച്ചമായിട്ട് ഇത് നിൽക്കുന്നതാണ്. ഇനി ആ സൂറത്ത് ഏതാണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും മഗ്‌രിബിന് ശേഷം പതിവാക്കുന്ന സൂറത്തുൽ മുൽക്ക് നമ്മളെല്ലാവരും ഒരു വട്ടമെങ്കിലും പതിവാക്കുമില്ലേ. അതിന്റെ കൂടെ 2 വട്ടവും കൂടി അങ്ങനെ 3 വട്ടം ഓതുകയാണെങ്കിൽ ആ വീടുകളിലേക്ക് ഒരു ആപത്തും ഉണ്ടാവുകയില്ല. അങ്ങനെ ആ സൂറത്ത് 3 വട്ടം ഓതി ഒരു പാത്രത്തിലെ വെള്ളത്തിലെ മന്ത്രിച്ചോതി എന്നിട്ട് ആ വെള്ളം ആ കുടുംബത്തിലെ എല്ലാവരും കുടിക്കുക. എന്നിട്ട് ആ വീടുകളിലെല്ലാം ആ വെള്ളം തളിക്കുകയും ചെയ്യുക. ചെയ്താൽ ഇത്രയും ഗുണങ്ങൾ നമുക്ക് കിട്ടുന്നതാണ്. ദുനിയാവ് മാത്രമല്ല രക്ഷപ്പെടുന്നത്, ഈ സൂറത്ത് കൈവിടാതെ ഇരിക്കുക. എല്ലാ ദിവസവും മഗ്‌രിബിന് ശേഷം ഈ സൂറത്ത് 1 അല്ലെങ്കിൽ 3 തവണ പതിവാക്കുക. നമ്മുടെ ജീവിതത്തിലെ എന്ത് ഹൈറായിട്ടുള്ള ആഗ്രഹമായാലും ഇൻഷാ അല്ലാഹ് ഇത് കൊണ്ട് നടന്നു കിട്ടും. ഇതൊരു ഉമ്മ ഓതിയാലോ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ് ഓതിയാലോ ഭർത്താവിന് വേണ്ടി ഭാര്യ ഓതിയാലോ മതി. ഇങ്ങനെ ഓതുകയാണെങ്കിൽ ആ വീടുകളിൽ നല്ല ബർക്കത്തും ഐശ്വര്യവും ലഭിക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇത് പതിവാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.